സ്വദേശ് ഖാലി കേസിൽ മുഖ്യപ്രതി തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖിനെ കോടതിയിൽ ഹാജരാക്കി. ബാസിർഹത്ത് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയത്. CBI കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചു. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകാൻ CBI അപേക്ഷ നൽകും. ഷാജഹാനെതിരെ കൊലപാതക ശ്രമം കുറ്റം കൂടി ചുമത്തിയിരുന്നു. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ബംഗാൾ പോലീസ് ഷാജഹാനെ CBI കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, CBI കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മറ്റു വിശദാംശങ്ങൾ കൂടി. സന്ദേശ് ഖാലി കേസുമായി ബന്ധപ്പെട്ട് അവിടെ ED പരിശോധന നടത്തവേ ED ഉദ്യോഗസ്ഥർക്കെതിരെയും ഒപ്പം CRPF ഉദ്യോഗസ്ഥരെയും ആക്രമിച്ച കേസിലാണ് ഷാജഹാൻ ഷെയ്ഖിനെ ഇപ്പോൾ CBI കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത്. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കേസിൽ ഷാജഹാൻ ഷെയ്ഖിനെ CBI കസ്റ്റഡിയിലേക്ക് വിട്ടിരുന്നത്. ബംഗാൾ പോലീസ് വിട്ടു നൽകിയത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷാജഹാൻ ഷെയ്ഖിനെ വിശദമായി ചോദ്യം ചെയ്യുകയും ഇയാളുടെ വസതിയിൽ CBI സംഘം ഫോറൻസിക് വിഭാഗത്തിന്റെ സഹായത്തോടെ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോഴും കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഷാജഹാൻ ഷെയ്ഖിനെ ബംഗാളിലെ ബസിർഹത്ത് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു നൽകണം എന്ന അപേക്ഷ CBI മുൻപോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതിയുടെ തീരുമാനം അനുസരിച്ച് ഒന്നുകിൽ CBI കസ്റ്റഡിയിലേക്കോ അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കോ ആയിരിക്കും ഷാജഹാൻ ഷെയ്ഖിനെ വിടുക. അതോടൊപ്പം തന്നെ സന്ദേശ് ഖാലിയിൽ സന്ദർശനം നടത്തിക്കൊണ്ട് ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരാതികളിന്മേലുള്ള അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകാനും CBI സംഘം ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.